നമ്മളിന്ന് പോകുന്നത് തളിപ്പറമ്പിലെ ശ്രീകൃഷ്ണന്റെ മണ്ണിലേക്കാണ്. ഇന്നൊരു വിശേഷ ദിവസമാണ്. എനിക്ക് ഏട്ടന്റെ പിറന്നാളാണ്. അതുകൊണ്ട് തൃച്ചംബരം അമ്പലത്തിൽ പോയിട്ട് പായസം കഴിപ്പിക്കാന്ന് വിചാരിച്ചു. ഭഗവാൻ ശ്രീകൃഷ്ണൻ രൗദ്രഭാവത്തിലിരിക്കുന്ന പ്രതിഷ്ഠയാണ് ഇവിടെ കാണാൻ കഴിയുക. ഈ ഭാഗത്തേക്കൂടെ വരുമ്പോൾ നമുക്ക് ശിവക്ഷേത്രമാണ് ആദ്യം ഉണ്ടാവുക. അവിടെ കയറി തൊഴുതിട്ടാകുമ്പോൾ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ കയറി തൊഴും. ദുർഗാദേവി പ്രതിഷ്ഠിച്ചിരിക്കുന്ന ക്ഷേത്രം ചുറ്റും വെള്ളത്താലുള്ളതാണ്. കുറെ മീനും ഉണ്ട് അതിൽ. തൃച്ചംബരം ഉത്സവം നടക്കുന്നത് എല്ലാ കൊല്ലവും മാർച്ച് മാസത്തിലാണ്. 2 ആഴ്ച നീണ്ടു വെക്കുന്ന ഉത്സവമായിരിക്കും. ആ സമയത്ത് തന്നെ നല്ല തിരക്കുമായിരിക്കും. ഇന്നും അത്യാവശ്യം തിരക്കുണ്ടായിനെ. പിന്നെ ഇവിടെ കർക്കിടക വാവിനെല്ലാം ബലിയിടാനും വരും. പിന്നെ നമ്മൾ കൗണ്ടറിൽ പോയിട്ട് പാൽപ്പായസം കഴിപ്പിച്ചു, നെയ് വിളക്കും കഴിപ്പിച്ചു. പാൽപ്പായസത്തിന് വേണ്ടിയിട്ട് പാത്രം അവിടുന്ന് തരും. അത് പ്ലാസ്റ്റിക് ബോട്ടിലായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് പാത്രം എടുത്തിട്ട് വന്നാലും മതി. പാൽപ്പായസം വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണമെന്നില്ല. അവിടെ പോയി ചീട്ടെടുത്താലും മതി. നട തുറക്കാൻ വൈകുന്നതുകൊണ്ട് തന്നെ നെയ് വിളക്ക് ഇവിടെ കത്തിച്ച് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. രാവിലെ നല്ല വെയിലായിരുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല മഴയായി. മഴയും അമ്പലവും കൂടിയാകുമ്പോൾ വേറെ തന്നെ ഒരു രസമാണ്. ഏകദേശം ഒരു 11:30 തന്നെ പായസം കൊടുക്കാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ കുറച്ചമ്മ ക്യൂവിലെല്ലാം നിന്നിട്ട് നമ്മൾ പായസം വന്നു. നല്ല ചൂട് പാൽപ്പായസമാണേ കിട്ടുക.